ഇന്ന് നമ്മൾ ഇഫ്താർ കൂടാൻ വന്നിട്ടുള്ളത് എവിടെയാണെന്ന് അറിയോ? അബുദാബിയിലുള്ള ബീച്ച് റൊട്ടാന ഹോട്ടലിലാണ് കേട്ടോ. അടിപൊളി ഇഫ്താറാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ഏരിയയിൽ, അതായത് ബീച്ചിൻ്റെ സൈഡിലായിട്ടായിരുന്നു നമ്മുടെ ഇഫ്താർ ഉണ്ടായിരുന്നത്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല തണുത്ത കാറ്റും അസ്തമന സൂര്യനെയൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരുന്നിട്ട് ഒരു അടിപൊളി ഇഫ്താറായിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, പണ്ട് എൻ്റെ ആങ്ങളമാരുടെയും ഉമ്മച്ചിയുടെയും കൂടി ഇരുന്ന് ഞാൻ കൂടിയിട്ടുള്ള ഇഫ്താറിൻ്റെ അത്രയും ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയും കേട്ടോ. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ എന്താ വാപ്പച്ചിനെ കുറിച്ച് പറയാഞ്ഞെന്ന്. അതിനൊരൊറ്റ റീസണേ ഉള്ളൂ ഗൈസ്. എൻ്റെ വാപ്പച്ചി ഒരു പ്രവാസിയായിരുന്നു. ആൾ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2 വർഷത്തിലൊരിക്കൽ മാത്രമേ അവധി കിട്ടാറുള്ളൂ. അപ്പോൾ ഇതുവരെ ഒരു നൊയമ്പ് സമയത്ത് വാപ്പച്ചി വന്നിട്ടുമില്ല, നമ്മൾ കൂടിയിരുന്നിട്ട് ഒരു ഇഫ്താർ കൂടിയിട്ടുമില്ല. അതിപ്പോഴും ഒരു വലിയ ചെറിയ വിഷമമായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് കേട്ടോ. സത്യത്തിലുണ്ടല്ലോ, നമ്മുടെ ചെറുപ്പകാലം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഇതുപോലെ എൻജോയ് ചെയ്തിട്ടുള്ള ഓരോ അവസരങ്ങളെക്കുറിച്ചും ഒക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കൾക്കും അത് കൊടുക്കണം എന്നൊരു തോന്നലുണ്ടാവും. ഈ കാലത്ത് അങ്ങനത്തെ ചിന്തകളൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഫാമിലിയുടെ കൂടെ കുറേ നല്ല നിമിഷങ്ങൾ ഇപ്പം അവർക്ക് അതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാവത്തില്ല. കാരണം അവർ ചെറിയ പിള്ളേരല്ലേ. അവർ കുറേ നാൾ കഴിഞ്ഞ് നമ്മളെ പോലെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന സമയത്ത് അവർക്ക് നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാവണം. അങ്ങനത്തെ നല്ല ഓർമ്മകൾ അവരുടെ മനസ്സിലുണ്ടാകുമ്പോൾ തന്നെ അവരുടെ ലൈഫും കളറാവും ഗൈസ്. വീട്ടിലിരിക്കുമ്പോൾ മൊബൈലിലും ഗെയിമിലും മാത്രം ടൈം സ്പെൻഡ് ചെയ്യുന്ന ഇന്നത്തെ തലമുറയെ മാറ്റിയെടുക്കാനായിട്ട് ഇതുപോലുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.